വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദ്വാനില്ലാഹ് അമ്മാ ബഅദ്. പ്രിയരെ, സുന്നി ഷിയ ആചാരങ്ങളിലെ സമീകരണങ്ങളും വ്യവഹാരങ്ങളും എന്നതാണ് പ്രതിപാദ്യ വിഷയം. ലോക ഇസ്ലാമിനെ മനസ്സിലാക്കുമ്പോൾ പ്രധാനമായും രണ്ട് വാക്കുകളാണ് നമ്മളിലേക്ക് കടന്നു വരാറുള്ളത്. ഒന്ന് സുന്നി മുസ്ലിം, രണ്ട് ഷിയ മുസ്ലിം. ഇങ്ങനെ രണ്ട് തരംതിരിവ് ഇസ്ലാമിനെ ചർച്ച ചെയ്യുമ്പോൾ, ലോകാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുമ്പോൾ എല്ലായിടത്തും ചർച്ച ചെയ്യുന്നതായി നമുക്ക് കാണാം. ലോകത്തെ 200 കോടിയിലേറെ മുസ്ലിങ്ങൾ അധിവസിക്കുന്നുണ്ടെങ്കിൽ അതിൽ 180 കോടി മുസ്ലിങ്ങളും സുന്നി മുസ്ലിങ്ങളാണ്, അഥവാ സുന്നി ആശയം പിന്തുടരുന്ന മുസ്ലിങ്ങളാണ്. ബാക്കി 20% മാത്രമാണ് ഷിയ മുസ്ലിങ്ങൾ ലോകതലത്തിൽ തന്നെയുള്ളത്. എന്ന് വെച്ചാൽ ടോട്ടലി മുസ്ലിം പോപ്പുലേഷൻ്റെ 90% മുസ്ലിം സുന്നികളാണെങ്കിൽ കേവലം 10% മാത്രമാണ് ഷിയ സുന്നികൾ ഉള്ളത് എന്നതാണ് ചുരുക്കി പറഞ്ഞാൽ. എങ്ങനെയാണ് ഇങ്ങനെയൊരു സുന്നി മുസ്ലിം ഷിയ മുസ്ലിം എന്ന ഒരു വിഭജനത്തിലേക്ക് എത്തുന്നത് എന്ന ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് AD 638 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ സമയത്ത് പിന്നീട് ഭരണം ആര് ഏറ്റെടുക്കണം എന്ന ചർച്ച വരുമ്പോൾ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ രൂപപ്പെടുകയാണ്. ചില ആളുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം കാര്യങ്ങളെ കാര്യപൂർവ്വം നിയന്ത്രിക്കാൻ പറ്റുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. അവർ കാര്യങ്ങൾക്കെല്ലാം സുബന്ധരും കാര്യങ്ങളെല്ലാം വളരെ കൃത്യതയോടുകൂടെയും ചിട്ടയോടുകൂടെയും ചെയ്യുന്ന ആളായതുകൊണ്ട് അവരിലേക്കാണ് ഖിലാഫത്ത് നീങ്ങേണ്ടത് എന്ന് ഒരു പറ്റം സ്വഹാബിമാർ അഭിപ്രായപ്പെട്ടപ്പോൾ, അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉള്ളവരാകണം എന്ന് വാശി പിടിച്ചുകൊണ്ട് മറ്റൊരു വിഭാഗം മാറി നിൽക്കുന്നുണ്ട്. ഈ വിഭാഗത്തെ പിന്തുണച്ചുകൊണ്ടാണ് ഷിയ മുസ്ലിം ലോകത്ത് രൂപപ്പെടുന്നത് എന്ന് ചരിത്രം മാറ്റുക. ഇനി അവരുടെ ചരിത്രം അങ്ങനെ 4ാം ഖലീഫയായി അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത് അലി റളിയല്ലാഹു അൻഹു കൂഫയിൽ വെച്ച് മരണപ്പെട്ട സമയത്ത് പിന്നീടും അവർക്കിടയിൽ തർക്കം നടക്കുന്നു. ഭരണപരമായി ഹുസൈൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അവിടുത്തെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ 2 മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹുസൈൻ റളിയല്ലാഹു അൻഹു ബാറ്റിൽ ഓഫ് കർബലയിൽ വെച്ച് മരണപ്പെട്ട സമയത്ത്, കർബല യുദ്ധം വളരെ ചരിത്രപ്രധാനമാണ്. സുന്നികളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം കർബല യുദ്ധം, ബാറ്റിൽ ഓഫ് കർബല വളരെ ചരിത്ര പ്രാധാന്യമുള്ള സംഭവമാണ്. എന്നാൽ ഷിയാക്കൾ കർബലയെ അവരുടെ ആചാര പ്രകടനങ്ങൾ, കർബലയെ മുഹറം 9 അവർ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ എത്രമാത്രമാണ് എന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന, വാളെടുക്കുന്ന മതമായി പ്രചരിപ്പിക്കുന്നതായി നാം കാണാറുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇവരുടെ ആചാര സമീകരണങ്ങൾ നോക്കാം. സുന്നി ഷിയ മുസ്ലിങ്ങൾക്ക്, നമുക്ക് സുന്നികൾക്ക് 2 ഈദുകൾ ഉണ്ട്, ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്ർ. എന്നാൽ ഷിയാക്കൾക്ക് ഈദുൽ ഖദീർ എന്ന് പറഞ്ഞ് മറ്റൊരു ആഘോഷം കൂടിയുണ്ട്. അത് അവർക്ക് മാത്രമുള്ള ആഘോഷം. ഇനി മറ്റു ഷിയാക്കൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിലാഫത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അല്ലായിരുന്നു കൊടുക്കേണ്ടത്, അലി റളിയല്ലാഹു അൻഹുവിനാണ് കൊടുക്കേണ്ടത് എന്ന വാദം അവർക്ക് എല്ലാ കാലത്തും ഉണ്ട്. ഈ വാദത്തിൻ്റെ ഒരു ലോജിക്ക് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാവണം എന്ന് ഏതോ കാലത്ത് സംഭവിച്ച ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു പ്രത്യാശാസ്ത്രത്തെ രൂപപ്പെടുത്തുക എന്നത് വളരെ മൗഢ്യമായ ഒരു കാര്യമാണ് എന്ന് നമുക്ക് തിരിച്ചറിയണം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനെയും ഖുർആനിനെയുമാണ് സുന്നികൾ പ്രമാണമായി കാണുന്നത്. എന്നാൽ ഷിയാക്കൾ ഖുർആനിനെ മാത്രമാണ് അവരുടെ പ്രമാണമായി ഉദ്ധരിക്കുന്നത്. ഇതിൽ എത്രമാത്രം ഒരു മൗഢ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയത് ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് തങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. ആ വിശദീകരണം എങ്ങനെയാണ്? ഹദീസുകളിലൂടെയാണ്. ആ വിശദീകരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിൻ്റെ ആശയങ്ങളെ, പ്രകടമായ അതിൽ നിന്ന് അവ്യക്തമായ ആശയങ്ങളെ ഹദീസിലൂടെ ബയാൻ ചെയ്യുമ്പോൾ ആ ഹദീസ് അംഗീകരിക്കാതിരിക്കുക എന്നത് ലോജിക്കലി തെറ്റ് തന്നെയാണ്. അപ്പോൾ ഷിയാക്കൾ അവർ പ്രമാണം, അതുപോലെ തന്നെ നമ്മുടെ ഹദീസിന് പുറമെ 4 മദ്ഹബുകൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ഹംബലി, മാലിക്കി, ഷാഫി, ഹനഫി, 4 സരണി നമ്മൾ തുടരുന്നുണ്ട്. ഷിയാക്കൾക്ക് അതുപോലെ തന്നെ സൗഹരി, അതുപോലെ തന്നെ ഇമാമി തുടങ്ങിയ 2 അവർക്കും അങ്ങനെ അവരുടെ സ്കൂൾ ഓഫ് തോട്ടുകളുണ്ട്. അത് പിന്നീട് കാലങ്ങൾക്കൊക്കെയാണ് 16ഉം 18ഉം ഒക്കെയായി വിഘടിച്ചു എന്ന് ചരിത്രങ്ങൾ പരതിയാൻ നമുക്ക് പറ്റും. അപ്പോൾ അവരുടെ ആശയങ്ങളെ അവർ കൊണ്ടെത്തിക്കുന്നത് വിഘടനവാദങ്ങളിലേക്കും, അതുപോലെ തന്നെ അവരിൽ നിന്ന് തന്നെ പല ജാതിയിലുള്ള പുതിയ ഗ്രൂപ്പുകൾ കാലങ്ങൾ കഴിയുമ്പോൾ രൂപപ്പെട്ടു വരുന്നത് എന്നത് ഏറെ അപകടം സൃഷ്ടിക്കുന്നതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി സുന്നികൾക്ക് ഹദീസുകളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലുബൈത്തിനോടുമെല്ലാം വലിയ താല്പര്യമില്ല എന്ന രീതിയിൽ അവർ ചില നിഗൂഢ ശ്രമങ്ങൾ നടത്താറുണ്ട്. ഇതൊരിക്കലും അംഗീകരിക്കപ്പെടേണ്ടതല്ല. ഷിയാക്കളാണ് ഈ
ഇന്ത്യയിൽ നടക്കുന്ന അല്ലെങ്കിൽ ബാബരി മസ്ജിദിന്റെ വിധി വന്നപ്പോൾ സിയാ വക്താവ് പറഞ്ഞത് അവിടെ പള്ളി പൊളിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, ലോകത്ത് എവിടെയും അക്രമങ്ങൾ നടക്കുമ്പോഴും അതുപോലെ തന്നെ വിധ്വംസക പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും എല്ലാം അതിൽ ഷിയാക്കൾക്ക് പങ്കുണ്ട് എന്ന് മാധ്യമങ്ങളാണ് എഴുതി വെച്ചത്. അതുകൊണ്ട് ലോകത്തെ ഷിയാ മുസ്ലിം എന്ന രണ്ട് സമീകരണം രണ്ടും ഒന്നായി ചിത്രീകരിക്കുന്നവർക്ക് വക്രതാ ബുദ്ധിയാണ് ഉള്ളത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതോടുകൂടി സീനിയർ അലോക്കേഷൻ മലയാളത്തിന് പരിസമാപ്തി. വേദിയിൽ ആരംഭിക്കുന്നു General Sport Darwa. Last call for General Sport Darwa. Alert 40 managers.